മെയ് 2025 CA എക്സാംസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യാൻ പോവുകയാണ്. വിച്ച് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ട്രൈ ചെയ്തതായിരുന്നു. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ എം നോട്ട് ഷുവർ ഓൾസോ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന എൻ്റെ ഫാക്കൽറ്റി അല്ലെങ്കിൽ സീനിയേഴ്സ് അവർ ട്രൈ ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും എനിക്കറിയില്ല. ദ പോയിന്റ് ഓവർ ഹിയർ ഇസ് ഈ പറയാൻ പോണ കാര്യങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ബെറ്റർ ആണ്. ഇഫ് യു ക്യാൻ ഡു 90% ഓഫ് ദിസ് ഗുഡ് ഇനഫ്. ഇഫ് യു ക്യാൻ ഡു ഓൺലി 80% ഫെയർ ഇനഫ്. ദ പോയിന്റ് ഇസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സ്റ്റഡീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. ആൻഡ് ഡിസ്ക്ലെയിമർ സ്റ്റാർട്ടിങ് തന്നെ പറയണം, ദിസ് ഇസ് നോട്ട് ഫോർ സച്ച് പീപ്പിൾ. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ട്, അത് പ്രകാരം നിങ്ങൾ സ്റ്റഡീസൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പ്ലാന് ഇത് പ്രകാരം മാറ്റേണ്ട ആവശ്യമില്ല. ഇഫ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കുക, ബാക്കിയുള്ള ഏരിയാസ് സ്കിപ്പ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് പ്രോപ്പർലി ഫോർ സച്ച് പീപ്പിൾ. ബ്ലാങ്ക് ആയി നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഞാൻ ഈ പറഞ്ഞ പ്രകാരം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഒരു 2 ആഴ്ചയൊക്കെ നിങ്ങൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിന് നിങ്ങളോട് പറയും മേ ബി ഇതിൽ സോ ആൻഡ് സോ പോയിന്റ്സ് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ല, നിങ്ങളുടെ സറൗണ്ടിങ് ഡിഫറെൻ്റ് ആണ് എന്ന് നിങ്ങളെ മൈൻഡ് പറയുമ്പോൾ എന്താണോ നിങ്ങളുടെ മൈൻഡ് പറയുന്നത് അക്കോർഡിംഗ്ലി കസ്റ്റം പ്ലാന് ഉണ്ടാക്കുക. ആൻഡ് ഞാൻ ഓൾറെഡി ഈ CA ഫീൽഡിൽ സ്റ്റുഡൻസിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് ഓൾറെഡി ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ യൂട്യൂബിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എങ്ങനെ CA എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും, ലോ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, മാർക്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓരോ എക്സാം അടുപ്പിച്ചാവുമ്പോൾ ICA വെബിനാർ റിലീസ് ചെയ്യാറുണ്ട്. വെബിനാർസ് ലൈക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ 2 മണിക്കൂറൊക്കെ അത്രയും ലെങ്ത് ആയിട്ടുള്ള വെബിനാർസൊക്കെ, അതിൻ്റെയൊക്കെ ഞാൻ സമ്മറി വീഡിയോസ് ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ട് ഗ്രൂപ്പ് 1ൻ്റെയും ഗ്രൂപ്പ് 2ൻ്റെയും ഈവൻ ഫൗണ്ടേഷൻ്റെ ഒക്കെ ഞാൻ സമ്മറി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിസൈഡ്സ് ദാറ്റ് എൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, വെർബൈ നമ്മൾ റെഗുലർ ബേസിസിൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സ്, എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻസ് ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഈവൻ സ്റ്റുഡൻസ് അല്ലാത്ത ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ട്സും റെഗുലർ ബേസിസിൽ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് മറ്റ് സബ്ജക്ട്സിൻ്റെ അപ്ഡേറ്റ്സ് നമ്മളതിൽ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഇൻഷാല്ലാ ഡു ജോയിൻ. ഈ വീഡിയോയിലൊക്കെ എന്നെ മെയിൻലി ചെയ്യണമെന്ന് നിർബന്ധിച്ച ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുറേ കോമൺ മെസ്സേജസ്, അതിൽ 2 ഫാക്ടേഴ്സ്, 2 ഫാക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരുന്നത് ഞാൻ ഡെയിലി രാവിലെ എണീറ്റിരുന്ന് അങ്ങനെ ബുക്സും തുറന്ന് വെച്ച് പഠിക്കാൻ ട്രൈ ചെയ്യും, പക്ഷേ കുറേ ഇരുന്ന് കരയും, എനിക്ക് എന്താ ചെയ്യേണ്ടി അറിയില്ല, ടോട്ടലി ബ്ലാങ്ക് ആയി നിൽക്കണം, പഠിക്കണമൊന്നും ഓർമ്മ വരുന്നില്ല എന്നുള്ളത്. ദാറ്റ് ഇസ് വൺ ആസ്പെക്ട്. സെക്കൻഡ് ആസ്പെക്ട് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അതും എന്നോടിപ്പോൾ റീസെൻ്റ്ലി കുറേ പേര് പറഞ്ഞു കൊടുക്കുന്ന ഫാക്ടറായിരുന്നു. CA ഫൗണ്ടേഷൻ ഞാൻ എങ്ങനെയോ പാസ്സായതാണ്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ കളിയാക്കാറുണ്ട്. ഡു യു തിങ്ക് കോൺഫിഡൻസ് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് CA ഇൻ്റർ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. ആൻഡ് ദീസ് ആർ ഓൾ ഏരിയാസ് വരെ നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യുക. ഞാൻ ആക്ച്വലി പാസ് ചെയ്യാൻ ഡിസേർവ് ചെയ്തിട്ടുള്ള ആളല്ലായിരുന്നു, ലക്ക് കൊണ്ട് പാസ്സായതാണ്, അപ്പോൾ ഇനി ഇൻ്ററിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. ലെറ്റ്സ് ട്രൈ ടു അഡ്രസ് ദ സെക്കൻഡ് വൺ ഫസ്റ്റ്. ആൻഡ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു സേ ഈസ്, ഞാനിപ്പോൾ ഒരു 2 ദിവസം മുന്നേ എൻ്റെ ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ CA ഫൈനൽ ക്ലിയർ ചെയ്ത്, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയ ഒരാളുമായിട്ട് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ആളൊരു ഡിസ്കഷനിലിരുന്ന് വി വർ ഹാവിങ് കാഷ്വൽ ഡിസ്കഷൻ. ഓക്കെ, മൂപ്പര് ഫൗണ്ടേഷൻ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു, ഇൻ്റർ ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് ഗ്രൂപ്പ്, ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് ഗ്രൂപ്പ്. മൂപ്പര് മാർക്സും ഇവിടെ ഷെയർ ചെയ്യാം. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. മൂപ്പര് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ, എക്സാംസ് എഴുതി കഴിഞ്ഞപ്പോൾ മൂപ്പര് പേപ്പറിൽ എന്താ എഴുതിയെന്ന് പോലും എനിക്കറിയില്ല, ഞാനിങ്ങനെ പാസ്സായെന്ന് പോലും എനിക്കറിയില്ല. ഇതേ സംഭവങ്ങളാണ് എന്നോട് കുറേ പേര് ഫൗണ്ടേഷനും പറഞ്ഞത്, ഇൻ്ററിനും പറഞ്ഞത്. നൗ ദ തിങ് ഈസ്, IC ഇത്രയും മണ്ടന്മാരൊന്നുമല്ല. നിങ്ങൾ വെറുതെ പേപ്പറിൽ ഒരു സാധനമില്ലാതെ നിങ്ങളെല്ലാം അക്കൗണ്ട് പാസ്സാക്കുക എന്നുള്ളത്. വാസ് സംതിങ് ഇൻ യുവർ പേപ്പർ. നിങ്ങളുടെ പേപ്പറിൽ കോണ്ടന്റ് ഉണ്ടായിരുന്നു വിച്ച് വാസ് മോർ ദാൻ സഫിഷ്യൻറ്റ്, ബട്ട് നിങ്ങളത് റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ തോട്ട്സ് കാര്യങ്ങളൊക്കെ വരും ജെന്വിൻ റീസൺ ആണ്. അതായത് ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2014, അറൗണ്ട് 11 years now. ആൻഡ് ഇപ്പോൾ ഒരു 10 years ആയിട്ട് പ്രാക്ടീസിങ് ഫീൽഡിലുണ്ട്, 13 years ആയിട്ട് ടീച്ചിങ് ഫീൽഡിലുണ്ട്. എനിക്ക് തന്നെ ചിലപ്പോൾ ചില ടോപ്പിക്സ് ചില ഏരിയാസിൽ കൺഫ്യൂഷൻ വരാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, കൺഫ്യൂഷൻ വരാറുണ്ട്. ഓർ നിങ്ങൾ എൻ്റെ സബ്ജക്റ്റ് അല്ലാത്തൊരു കാര്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റണം എന്നില്ല. ആൻഡ് ഐ പേഴ്സണലി ബിലീവ്, പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള സംഭവം എൻ്റെ ആർട്ടിക്കിൾസിന് കാണുമ്പോൾ തന്നെ, ഒരു CA ഫൈനൽ സ്റ്റുഡൻറ്റിന് പലപ്പോഴും ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനേക്കാളും കുറച്ചുകൂടി ഡെപ്ത് നോളജ് ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. യെസ്, എക്സ്പീരിയൻസ് മാറ്റേഴ്സ്, എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്, ബട്ട് ദ തിങ് ഈസ് അപ്ഡേറ്റഡ് ആയി നിൽക്കുന്നതും അത്രയും സബ്ജക്ട്സിലുള്ള നോളജ്. ദാറ്റ് ഇസ് എ പോയിന്റ് ഐ ആം ട്രൈങ് ടു സേ. ഇപ്പം നിങ്ങളുടെ ഫാക്കൽറ്റി തന്നെ ഓരോ റെസ്പെക്റ്റീവ് ഫാക്കൽറ്റി ആ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിരിക്കും, അവർ ആ ഏരിയ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇത്രയും വാസ്റ്റ് പേപ്പേഴ്സ്, അതും വൈഡ് ഏരിയയിലുള്ള പേപ്പേഴ്സ്, യു സ്റ്റഡിങ് ഓഡിറ്റിംഗ്, സ്റ്റഡിങ് ലോ, യു സ്റ്റഡിങ് അക്കൗണ്ട്സ്, കോസ്റ്റിംഗ്, ഇതെല്ലാം കൂടി പഠിച്ചു വരുമ്പോൾ, പ്ലസ് ഇത്രയും കാലം നമ്മൾ മൈൻഡിന് ട്രെയിൻ ചെയ്തിട്ടില്ലാത്തൊരു രീതിയിലുള്ള വോളിയം നമ്മൾ കാണുമ്പോൾ, അത് നിങ്ങൾ സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ, വി എൻഡ് അപ്പ് മിക്സിങ് പ്രൊവിഷൻസ്, വി എൻഡ് അപ്പ് നമ്മൾ മറന്നു പോവുക എന്നുള്ള ഫാക്ടേഴ്സൊക്കെ വരും. നിങ്ങൾ നിങ്ങളെ തന്നെ
ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. ടെസ്റ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതല്ലാതെ നമ്മളായിട്ട് റാൻഡം ടെസ്റ്റ്, ഒരു പണിഷ്മെൻറ്റ് ടെസ്റ്റ് മാതിരി അത് ഓർമ്മ വരുന്നില്ലല്ലോ, ഈ സബ്ജക്റ്റ് ഓർമ്മ വരുന്നല്ലോ, ആ പരിപാടിക്ക് ഒന്നും നിൽക്കരുത്. When you study a lot, you tend to mix up things, you tend to forget things. That is not what actually matters. What matters is what do you do after that feeling എന്നുള്ളത്. ഓർ ആ മെസ്സേജിൽ പറഞ്ഞ മാതിരി കോൺഫിഡൻസ് കൊണ്ട് മാത്രം CA ഇൻ്റർ ക്ലിയർ ചെയ്യൂല എന്ന് പറയുമ്പോഴും യെസ് ഇറ്റ് ഈസ് ട്രൂ. പക്ഷേ കോൺഫിഡൻസ് ഒരു വെരി ക്രൂഷ്യൽ മാറ്ററാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ എത്ര പഠിച്ചു, നിങ്ങൾ എത്ര റിവൈസ് ചെയ്തു, വാട്ട് അൾട്ടിമേറ്റ്ലി മാറ്റേഴ്സ് ഇസ് ആ 3 മണിക്കൂർ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ള എക്സാം ഹാളിൽ. IC is not bothered about നിങ്ങൾ ആ ഒരു 8-9 മാസം നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടു എന്നുള്ളത്. ആകെ അവർ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ 3 മണിക്കൂറിൽ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നിങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് മെയിൻലി മാറ്റേഴ്സ്. ആൻഡ് അവിടെ കോൺഫിഡൻസ് ഹാസ് എ മേജർ റോൾ ടു പ്ലേ. നൗ അഡ്രസ്സിങ് ദ ഫസ്റ്റ് വൺ. എന്നും പഠിക്കാനിരിക്കും, കുറേ പഠിക്കാനുണ്ട്, പഠിത്തം മാത്രം നടക്കുന്നില്ല, ബുക്കും തുറന്നു വെച്ചാൽ കുറേ ഇരുന്ന് കരയും, അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റുമോ എന്നൊക്കെയുള്ള തോട്ട് പ്രോസസ്സൊക്കെ. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നമുക്ക് ഇതിപ്പോൾ ഫെബ് മിഡായി എന്ന് പറയുമ്പോൾ ഫെബ് ഹാഫ്, മാർച്ച്, യു ഹാവ് അറൗണ്ട് 2.5 months. ക്ലിയർലി ടേക്ക് എ ഡിസിഷൻ നൗ ഇറ്റ് സെൽഫ്. നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പ് ആണോ ബോത്ത് ഗ്രൂപ്പ് ആണോ എന്നാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എൻറ്റയർ വോളിയം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, ബ്രേക്ക് ചെയ്തിട്ട് ഒന്നായിട്ട് നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഒരു വാസ്റ്റ് വോളിയം കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായാലും പ്രൊസീഡ് ചെയ്യാൻ തോന്നില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുന്നതാണ് വാട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ പോർഷൻസ് എക്സാം അടുപ്പിച്ചാകുമ്പോൾ കവർ ചെയ്യുകയും ചെയ്യും. സിംഗിൾ ഗ്രൂപ്പ് ചെയ്യണോ ബോത്ത് ഗ്രൂപ്പ് ചെയ്യണോ, ദിസ് ഇസ് ദ exact time that you have to take this decision. And I would say നിങ്ങൾക്ക് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഇഫ് കുറച്ച് ക്ലാസ് ചിലപ്പോൾ അവിടെ ഇവിടെ കുറച്ച് മിസ് ഔട്ടായി പോയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചില സബ്ജക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഇങ്ങനത്തെയൊക്കെ കുറേ ഫാക്ടേഴ്സ്, ഡൗട്ട്സ് മാത്രമേ നിങ്ങളെ കേസിൽ നിൽക്കുന്നുള്ളൂ എങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ബോത്ത് ഗ്രൂപ്പ്. ഇഫ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒരു കംപ്ലീറ്റ് സബ്ജക്റ്റ് തന്നെ മിസ്സായിപ്പോയി, വേറെ ഒരുപാട് സബ്ജക്റ്റിൻ്റെ ഏരിയാസ് നിങ്ങൾക്ക് കുറേ പഠിച്ചെടുക്കാനുണ്ട്, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ യു ക്യാൻ സ്റ്റിക്ക് ഓൺ ടു സിംഗിൾ ഗ്രൂപ്പ്. ആൻഡ് സിംഗിൾ ഗ്രൂപ്പിൻ്റെ കേസിൽ നോ അഗെയിൻ മെയ് എക്സാംസ് എഴുതാതിരിക്കുക എന്നുള്ളതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല കേട്ടോ. ഈവൻ ഇഫ് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, 2.5 months is more than sufficient. 0 സ്റ്റാർട്ട് ചെയ്താലും ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ മോർ ദാൻ സഫീഷ്യൻറ്റ് ടൈം നിങ്ങളുടെ മുന്നിലുണ്ട്. റിസോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട്. വാട്ട് എവർ യു മിസ്, ജസ്റ്റ് ഒന്ന് യൂട്യൂബ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫാക്കൽറ്റിയുടെ ഇഷ്ടം പോലെ കോണ്ടന്റ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇവിടെ കേരളത്തിലുള്ള ഫാക്കൽറ്റി തന്നെ പല ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി മെൻറ്റർഷിപ്പും സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്ത് സഫീഷ്യൻറ്റ് റിസോഴ്സ് അവൈലബിൾ ആണ്. സോ എക്സാംസ് എഴുതാതിരിക്കുക എന്നുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഒരു റീസൺ ആക്കി എടുക്കാതെ മേക്ക് ഷുവർ യു റൈറ്റിംഗ് സംതിങ്. എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ബോത്ത് ഗ്രൂപ്പിന് പോകാൻ പറഞ്ഞത്? ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ പാസ്സായ സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ട് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. November 24 അറ്റംപ്റ്റിൽ CA ഫൈനൽ പാസ്സായതാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ഇഫ് യു ചെക്ക് ഹിസ് മാർക്സ്, FRൽ 46, AFMൽ 47, ഓഡിറ്റിങ്ങിൽ 50, ഓക്കെ 143 ഉള്ളൂ ഫസ്റ്റ് ഗ്രൂപ്പിൽ. സെക്കൻഡ് ഗ്രൂപ്പിൽ 157 ഉണ്ട്. ആ 7 മാർക്സ് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് കിട്ടിയിട്ട് 300 മാർക്സിന് ജസ്റ്റ് പാസ്, 300 മാർക്സ് പാസ്സായതാണ് ഔട്ട് ഓഫ് 600. നൗ ഈ കോമ്പിനേഷൻ, ഇപ്പോൾ ഞാനും ക്യാരി ഫോർവേഡ് കിട്ടി പാസ്സായ ആളാണ്. ജസ്റ്റ് 2 മാർക്സ് അഗ്രിഗേറ്റ് എക്സസ് കിട്ടിയിട്ട് പാസ്സായ ആളാണ്. വെനെവർ യു പ്രിപ്പയർ, നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ എത്ര എക്സ്പേർട്ടാണ്, മേ ബി ആ ഒരു സബ്ജക്റ്റ് IC നല്ല ടെക്നിക്കലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിച്ച മാതിരി പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാൽ നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ വീക്കാണ്, IC ആ അറ്റംപ്റ്റിൽ ആ പേപ്പർ കുറച്ച് ഈസി ആയിട്ടായിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ യു നെവർ നോ, യു മൈറ്റ് എൻഡ് അപ്പ് സ്കോറിങ് മോർ ഇൻ ദാറ്റ് പേപ്പർ. ആൻഡ് പലപ്പോഴും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ച ഒരാൾക്ക് 40 മാർക്സ് എല്ലാ പേപ്പറിലും സ്കോർ ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് കോണ്ടന്റ് ആൻസർ ഷീറ്റിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ മൈൻഡ് കാം ആവണം എന്നുള്ളൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. നമ്മൾ കെയർഫുള്ളി നോക്കിക്കഴിഞ്ഞാൽ അത് ഈസിലി സ്കോർ ചെയ്യുന്ന സാധനമുണ്ട്. പിന്നെ ഇറ്റ് ഇസ് ദാറ്റ് അഗ്രിഗേറ്റിലേക്ക് എത്തിക്കാനുള്ള ഫാക്ടർ ദാറ്റ് മാറ്റേഴ്സ്. അത് പലപ്പോഴും നമുക്ക് ഏത് സബ്ജക്റ്റിന് ഇവിടുന്ന് വരും എന്നുള്ള പറയാനും പറ്റില്ല. ദാറ്റ് ഇസ് വേർ ബോത്ത് ഗ്രൂപ്പ് നമുക്ക് ഒരു ക്രൂഷ്യൽ റോൾ കളിക്കുന്നുണ്ട്. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഡൂയിങ് സിംഗിൾ ഗ്രൂപ്പ്. നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ഡെഫിനറ്റ്ലി സഫീഷ്യൻറ്റ് ടൈം ഉണ്ട്. എന്നിട്ട് മെയ് എക്സാംസ് എഴുതി ക്ലിയർ ചെയ്തു, മേ ബി ഒരു 1 week 10 days ഒക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് യു ക്യാൻ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻസ് ഫോർ ദ നെക്സ്റ്റ് ഗ്രൂപ്പ്. ഒരു സൈക്കോളജിക്കൽ എഫക്റ്റും ഉണ്ടാകും റിസൾട്ട് വരുമ്പോൾ. ഓക്കെ, നിങ്ങളൊരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു, ഇനി ഒരു ഹാഫ് കൂടെ ഉള്ളൂ എന്നുള്ളത് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടാൻ പോകുന്നുണ്ട്. ദാറ്റ് ഇസ് വൺ ആസ്പെക്ട്. ആൻഡ് ദീസ് ആർ തിങ്സ് വിച്ച് ഞാൻ മേ ബി ഇവിടെ യൂട്യൂബിൽ ജനറലായിട്ട് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവുന്ന ഒരു പോയിന്റ് പറയാതെ, മേ ബി ഇഫ് യു സെൻഡ് മി എ മെസ്സേജ്, എനിക്ക് നിങ്ങളെ സ്പെസിഫിക് കേസിനനുസരിച്ച് എനിക്ക് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ പറ്റും. സിംഗിൾ ഗ്രൂപ്പ് വേണോ ബോത്ത് ഗ്രൂപ്പ് വേണോ എന്നുള്ള യു മേ ലീവ് മി എ മെസ്സേജ് ഫോർ ദാറ്റ്. മേക്ക് എ പ്ലാൻ, ബട്ട് കീപ് ദിസ് ഇൻ മൈൻഡ്, പ്ലാൻ പ്രകാരം കംപ്ലീറ്റ് ആവില്ല, പക്ഷേ പ്ലാൻ ക്രൂഷ്യലാണ്.
എന്നാലേ നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ബേസിസിൽ നമുക്ക് നമ്മളെ തന്നെ കമ്പയർ ചെയ്യുക എന്നുള്ളത് കേട്ടോ. നിങ്ങൾ ഓരോ ദിവസം ഇന്നലത്തേനേക്കാൾ എത്ര എക്സ്ട്രാ നോളജ് നിങ്ങൾ പഠിച്ചു, ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇന്ന് എത്ര ഇമ്പ്രൂവ് ആയി. യു നോട്ട് സപ്പോസ് ടു കമ്പയർ യുവർ സെൽഫ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുക. വെൻ യു സ്റ്റഡി ഇൻ സച്ച് എ മാനർ ദാറ്റ് എക്സാംസ് എല്ലാം കഴിയുമ്പോഴേക്കും യു ആർ ലൈക്ക് ഓക്കെ ഐ ഡിസേർവ് ടു പാസ് ആൻഡ് യു വോണ്ട് ഹാവ് എ റിഗ്രറ്റ് ദാറ്റ് ഓക്കെ ഈവൻ ഇഫ് കിട്ടിയില്ലെങ്കിലും നിങ്ങളെ ഫോൾട്ട് കാരണമാണ് ഞാൻ ഫെയിൽ ആയത് എന്നുള്ള ആ ഒരു റിഗ്രറ്റ് ഇല്ലാത്ത രീതിയിൽ സ്റ്റഡി ഇൻ സച്ച് എ മാനർ ദാറ്റ് ഇത്രേ എനിക്ക് പറ്റുള്ളൂ, ഇതിനേക്കാൾ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള. ഐ ഹാവ് ഗിവൺ മൈ ബെസ്റ്റ്, ഐ ഡിസേർവ് ടു പാസ്. ആൻഡ് പലപ്പോഴും ഐ വുഡ് സേ സ്റ്റഡി ഇൻ സച്ച് എ മാനർ ദാറ്റ് നിങ്ങൾ ആക്ച്വലി നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഈ ചെയ്യുന്ന സാക്രിഫൈസസിനൊക്കെ ഈ കോഴ്സ് ആക്ച്വലി വർത്ത് ആണോ, വിച്ച് ഇറ്റ് ഡെഫിനറ്റ്ലി ഈസ്. ക്ലിയർ ചെയ്യണ വരെ നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട്. സ്റ്റാർട്ടിങ് വിത്ത് നമ്മൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഫുള്ള് ഡീആക്ടിവേറ്റ് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക, മാറ്റി വെക്കുക. ചിലപ്പോൾ നമ്മൾ ഔട്ടിങ് പ്ലാൻസ് കാര്യങ്ങൾ ഫ്രണ്ട്സുമായിട്ടുള്ള ഹാങ് ഔട്ട് പരിപാടികളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബട്ട് ഇൻ ദി എൻഡ് വെൻ യു ക്ലിയർ ദ ഡേ വൺ ഇറ്റ് സെൽഫ്, നിങ്ങൾ കോർപ്പറേറ്റ് വേൾഡിൽ പോയി പ്രാക്ടീസോ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് മുന്നേ തന്നെ പാസ്സായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന റെക്കഗ്നേഷൻ, നാട്ടിലുണ്ടാവാൻ പോകുന്ന നിങ്ങൾക്കുള്ള സ്വീകരണവും പരിപാടികളും ചടങ്ങും ഒക്കേഷൻസും ഒക്കെ പലപ്പോഴും ഇപ്പം എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്റ്റഡീസിൽ സംഭവമല്ല എന്നൊക്കെ പുച്ഛിച്ച് കാണുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ കിട്ടുന്ന അവർക്ക് CA കോഴ്സ് തന്നെ ചിലപ്പോൾ എന്താ എന്നുള്ള അറിയാത്ത ആൾക്കാർ തന്നെ നമുക്ക് സബ്സിക്വൻ്റ്ലി കിട്ടാൻ പോകുന്ന സ്വീകരണവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദേ ലൈക്ക് ഓക്കെ ദിസ് പേഴ്സൺ ഹാസ് ഡൺ സംതിങ്. അവർ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളോടുള്ളത് മാറുന്ന കേസ് കാണുമ്പോൾ തന്നെ യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ദറ്റ് ഫീലിംഗ്. നിങ്ങൾ ആ പഴയ ലൈക്ക് ഷാനുൽ ഉസ്മാൻ, പഴയ ഷാനുൽ ഉസ്മാൻ അല്ല, ഇപ്പോൾ CA ഷാനുൽ ഉസ്മാനാണ്. ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ആൻഡ് ബിയോണ്ട് ഓൾ ദിസ് നിങ്ങളെ പാരൻസിൻ്റെ മുഖത്തുള്ള ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ ദാറ്റ് ട്രസ്റ്റ് മീ ദാറ്റ് ഈസ് മോർ ദാൻ നിങ്ങൾക്ക് ആ കിട്ടുന്ന CA സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴുള്ള സന്തോഷത്തിനേക്കാൾ എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതലാണത്. സോ നൗ ഹൗ ഡു വി സ്റ്റാർട്ട്? ഐ വുഡ് സേ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾ ഫസ്റ്റ് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര ഡേയ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത്. വി ആർ ഇൻ ഫെബ് മിഡ് നൗ. അപ്പോൾ ഒരു ഫെബിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 15 ഡേയ്സ് ഉണ്ട്, മാർച്ചിൽ 31 ഡേയ്സ് ഉണ്ട്, ഏപ്രിലിൽ യു ഹാവ് 30 ഡേയ്സ്. എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് അറൗണ്ട് 76 ഡേയ്സ്. ഓക്കെ, ഈ 76 ഡേയ്സിൽ യു നീഡ് ടു, അതായത് റിവേഴ്സ് വർക്കിംഗ് വരെ. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയുമ്പോഴും ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ദിവസം എന്ത് പഠിക്കണം, എത്ര മണിക്കൂർ സബ്ജക്റ്റ് പഠിക്കണം, ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ അഡ്വൈസ് ചെയ്യാൻ പോകുന്നില്ല. ഓരോ സ്റ്റുഡൻറ്റ് ഡിഫറെൻ്റ് ആണ്, അവരെ സ്ട്രോങ് ഏരിയ വീക്ക് ഏരിയ സബ്ജക്ട്സ് ഡിഫറെൻ്റ് ആണ്. ഐ എം ഗോയിങ് ടു ഗിവ് എ ജനറൽ ഗൈഡ് ലൈൻ, ഒരു പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് ഒരു സംഭവം നിങ്ങൾക്ക് നിങ്ങളെ ടൈം ടേബിളിലേക്ക് സറൗണ്ടിങ്ങിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഓർ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെ എന്നുള്ള ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് അക്കോർഡിംഗ്ലി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. 76 ഡേയ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇതിൽ റിവേഴ്സ് വർക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡേയ്സ് റിവിഷന് വേണം എന്നുള്ള കൂട്ടുകയാണെങ്കിൽ നമ്മൾ മെയ്യിലുള്ള ഓരോ എക്സാമിൻ്റെ ഇടയിലുള്ള 1 ഡേ ലീവ് ഞാൻ കൂട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അസ്യൂം നിങ്ങളിപ്പോൾ എക്സാംസ് ഇപ്പോൾ 2-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, മെയ് ഞാൻ കൂട്ടുന്നില്ല, ഏപ്രിൽ വരെ കൗണ്ട് ചെയ്യുന്നുള്ളൂ. ബാക്കൊക്കെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് എത്ര റിവിഷന് വേണ്ടി വരും. അസ്യൂമിങ് ഞാനിപ്പോൾ ഇവിടെ ബോത്ത് ഗ്രൂപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 4 ഡേയ്സ് പെർ സബ്ജക്റ്റ് ഒരു സേഫർ സൈഡിൽ റിവിഷന് വേണ്ടി മാറ്റി വെച്ചാൽ, സാറേ 4 ഡേയ്സ് കൊണ്ടൊന്നും ആവില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് 4 ഡേയ്സ് കൊണ്ട് എന്തെങ്കിലും ആവില്ല എന്നുള്ളത്. അതിനുള്ളിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി പ്ലാൻ ഡെവലപ്പ് ചെയ്ത് വരണം. ഹൗ ഡു വി ഡു ദാറ്റ്? ലെറ്റ്സ് സീ. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു 1 ഡേ ലീവേ കിട്ടുന്നുള്ളൂ ഒരു എക്സാമിൻ്റെ ഇടയിൽ. അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഓരോ സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ 4 ഡേയ്സ് എന്ന് പറയുമ്പോൾ മോർ ദാൻ സഫീഷ്യൻ്റ് ആണ്. 4 ഡേയ്സ് ഒരു 6 സബ്ജക്റ്റിന് 24 ഡേയ്സ് നമുക്ക് അവിടെ വേണം, റിവിഷന് വേണ്ടി മാത്രം വേണം. 24 ഡേയ്സ് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ വി ഹാവ് 52 ഡേയ്സ്. നമ്മൾ ഇനീഷ്യൽ ഫസ്റ്റ് റൗണ്ട് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ 52 ഡേയ്സ് ഉണ്ട്. 52 ഡേയ്സ് നമുക്ക് 6 സബ്ജക്റ്റ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അറൗണ്ട് 8 പോയിന്റ് നിങ്ങൾ ഇഗ്നോർ ചെയ്തോളൂ. അതായത് നമുക്കൊരു 8 ഡേയ്സ് പെർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 48 ഡേയ്സ് കിട്ടും. 48 നമുക്ക് അറൗണ്ട് ഒരു 4 ഡേയ്സ് ഇതിൻ്റെ ഇടയിലുള്ള ബാലൻസിങ് ഫിഗർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിസ്സായി പോയെന്നുണ്ട് ഇതിൽ കൂട്ടിക്കോളും. നിങ്ങൾക്ക് പഠിക്കാൻ മൂടില്ല, ബ്രേക്ക് എടുത്തു, അങ്ങനെ വാട്ടെവർ. അപ്പോൾ നമ്മുടെ ഇത് പ്രകാരം നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ 8 ഡേയ്സിനുള്ളിൽ നമ്മൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം. 4 ഡേയ്സിൽ നമ്മൾ റിവിഷൻ നമ്മൾ ചെയ്യണം. സാറേ 8 ഡേയ്സിൽ റിവിഷൻ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്ലാസ് തന്നെ ഇപ്പോൾ തീർന്നിട്ടില്ല. വെയിറ്റ് 8 ഡേയ്സിനുള്ള ഫിഗർ നമ്മൾ ഡിറൈവ് ചെയ്തു. 8 ഡേയ്സിൽ 12 hours പെർ ഡേ എന്നുള്ളതാണ് ഞാൻ സ്റ്റാൻഡേർഡ് ടൈം എടുക്കുന്നത്. നമുക്ക് സ്ലീപ്പിൽ കോംപ്രമൈസ് ചെയ്യാനില്ല. സ്ലീപ്പ് നിങ്ങൾ 6 to 7 hours. ഐ എം ടോക്കിംഗ് അബൌട്ട് കണ്ടിന്യൂസ് സ്ലീപ്പ്. ഇപ്പോൾ രാവിലെ നേരത്തെ
ഇപ്പോൾ പ്രേയേഴ്സിന് വേണ്ടി എണീക്കാനുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ പ്രേയറിൻ്റെ എണീക്കുന്നതിന് മുന്നേ ഉള്ള സ്ലീപ്പ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉറങ്ങി, അങ്ങനെയല്ല. കണ്ടിന്യൂസ് സ്ലീപ്പ് 6 to 7 hours മേക്ക് ഷുവർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇനി അത് മാറ്റി വെച്ച് കഴിഞ്ഞു, നിങ്ങളൊരു 12 hours സ്റ്റഡീസിന് വേണ്ടി മാറ്റി വെച്ചു, അപ്പോഴും നിങ്ങൾ 19 ഉണ്ട്, 24 മൈനസ് 19, അപ്പോഴും ഒരു 5 hours നിങ്ങൾക്ക് മറ്റ് അല്ലറ ചില്ലറ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ടൈം അവൈലബിൾ ആണ്. 12 hours നിങ്ങൾ സ്റ്റഡീസിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ സ്ലീപ്പിലല്ല നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടത്. നമ്മൾ ബാക്കി സോഷ്യൽ മീഡിയ ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഡിസപ്പിയർ ചെയ്യേണ്ട ടൈമായി. ഫോണ് നിങ്ങളെ കൺമുന്നിൽ നിന്നാണ് മാറ്റി വെക്കുക. വൈബ്രേഷൻ മോഡ് ഓഫ് ആക്കുക, സൈലൻ്റ് ആക്കുക, വൈബ്രേഷൻ മോഡ് ഓഫ് ആക്കുക. ഫോൺ കാണുന്ന ഏരിയയിൽ വെക്കാൻ പാടില്ല. സ്റ്റഡീസിലേക്ക് വരിക. ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ആൻഡ് സബ്സിക്വൻ്റ്ലി ഗ്രാജുവലി നിങ്ങൾ അതിലേക്ക് അഡാപ്റ്റായി യു വിൽ ആക്ച്വലി സീ നിങ്ങളെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണത്. ഇപ്പോൾ ഈ ഒരു കാൽക്കുലേഷനിൽ നൗ സോ യു ഹാവിങ് ലൈക്ക് എത്ര 96 hours ഉണ്ട് ഒരു സബ്ജക്റ്റിന്. സ്റ്റഡീസിന് 48 hours ഉണ്ട് ആ സബ്ജക്റ്റിൻ്റെ റിവിഷന്. നൗ അഗെയിൻ നമ്മൾ ക്ലാസ്സസ് തീർന്നിട്ടില്ല, പോട്ടെ. ദ പോയിന്റ് ഐ എം ട്രൈങ് ടു സേ ഇസ് നമ്മൾ ഓരോ സബ്ജക്റ്റിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. നിങ്ങൾ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ്, നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഉണ്ടാവും. എനിക്ക് ടാക്സ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് തിയറി ഇഷ്ടമല്ല, ഓഡിറ്റിംഗ് ഇഷ്ടമല്ല, എനിക്ക് ലോ ഇഷ്ടമല്ല. IC is not bother about നിങ്ങളെ ഇഷ്ടം എന്താ ഇഷ്ടമല്ല എന്നുള്ളത്. അതേ ലൈക്ക് മക്കളെ CA എക്സാം പാസ്സാവണമെങ്കിൽ നിങ്ങളെല്ലാം പാസ്സാവണം. നിങ്ങൾ ഇഷ്ടമാണോ ഇഷ്ടമല്ല എന്നുള്ളത് നിങ്ങൾ വേണമെങ്കിൽ പാസ്സായി കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷൻ ആ രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തോളി. ഓവർ ഹിയർ എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നൗ നിങ്ങൾ ചിലപ്പോൾ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് അറിയില്ല കോസ്റ്റിങ്ങിൽ, നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് മിസ്സായിപ്പോയി. വാട്ട് ഈസ് സപ്പോസ് ടു ഡു? ICയുടെ സൈറ്റിൽ ഫസ്റ്റ് തന്നെ സെക്ഷൻ വൈസ് വെയിറ്റേജ്, സ്കിൽ വൈസ് വെയിറ്റേജ് എന്നുള്ള ഡോക്യുമെൻ്റ് എടുത്ത് നോക്കുക. ആ ടോപ്പിക്ക് ഹൈ വെയിറ്റേജ് ഉള്ള ഏരിയ ആണെങ്കിൽ അതെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാൻ നോക്കുക. ഒന്നെങ്കിൽ ഫാക്കൽറ്റിനെ ഇടങ്ങാറാക്കുക, ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് വട്ടെവർ, അത് ആ ഏരിയകൾ ക്ലിയർ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. വെയിറ്റേജ് കുറവാണ്, യു ക്യാൻ സ്റ്റിൽ ടേക്ക് എ ചാൻസ്. ഒഴിവാക്കി എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നിങ്ങളെ ഫാക്കൽറ്റി നിങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ച് തന്ന മെത്തേഡിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ ലാസ്റ്റ് മൊമെൻറ്റ് വെച്ചിട്ട് നിങ്ങളെ ബുക്സ് അല്ലെങ്കിൽ സ്റ്റഡീസിൻ്റെ പാറ്റേൺ മാറ്റാൻ നിൽക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറേ ടിപ്സും അഡ്വൈസൊക്കെ കിട്ടും, ആ ഫാക്കൽറ്റിയുടെ ബുക്ക് എങ്ങനെയാണ് അത് നോക്കാനുള്ള ടൈമല്ല. അപ്പോൾ ഏറെക്കുറെ നിങ്ങളെ ഫാക്കൽറ്റി പഠിപ്പിച്ച് തന്ന മെത്തേഡ് ICയുടെ മെത്തേഡുമായിട്ട് മാച്ചായി പോകുന്നുണ്ടെങ്കിൽ, ഓർ ഈവൻ ചില സിറ്റുവേഷൻസിൽ മാച്ച് ആവുന്നില്ല, ഫൈനൽ ആൻസർ കറക്റ്റാണ്, യെസ്, നിങ്ങൾ ആ മാച്ച് ആവാത്ത സ്റ്റെപ്സിൻ്റെ മാർക്സ് ചിലപ്പോൾ ICയെ കട്ട് ചെയ്യും. ബട്ട് ദ പോയിന്റ് ഇസ് നിങ്ങൾ ആ ഏരിയ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഇനി ഈ സമയത്ത് നിങ്ങൾ പുതിയ ഫാക്കൽറ്റി, പുതിയ ബുക്സ് കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ദിസ് ഇസ് നോട്ട് എൻ ഏരിയ വേർ നമ്മൾ സ്കൂളിലോ കോളേജിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരേ ടോപ്പിക്ക് മൾട്ടിപ്പിൾ ആസ്പെക്ട് നമ്മൾ പഠിക്കാൻ നോക്കും, നമുക്ക് അതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ കിട്ടും, എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. അതൊക്കെ അവിടെ ശരിയാണ്. CA കോഴ്സിൽ പരിപാടിക്ക് നിൽക്കരുത്. CA കോഴ്സിൽ വാട്ട് മാറ്റേഴ്സ് ഇസ് നമ്മൾ എത്ര വട്ടം കണ്ട സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നോ നമ്മൾ മൈൻഡിന് അത് റീകോൾ ചെയ്യാൻ എളുപ്പം. ഫോക്കസ് ദാറ്റ് ഇൻ മൈൻഡ്. പ്രാക്ടിക്കൽ പേപ്പേഴ്സ്, തിയറി പേപ്പേഴ്സ്, രണ്ട് ഏരിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. പ്രാക്ടിക്കൽ പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാൻ നോക്കുക. എങ്ങനെ? ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ ടാക്സിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു PGBPയിൽ അറൗണ്ട് ഒരു 50 ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നൗ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഈ 50 ക്വസ്റ്റ്യൻസ് എല്ലാം ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല സാധാരണ ഉണ്ടാവാറ്. ഓൾമോസ്റ്റ് ഒരു 70% എല്ലാ ക്വസ്റ്റ്യനും സെയിം പോയിന്റ്സ് ആണ് ഉണ്ടാവാറ്. ബാക്കി 30% ആണ് പുതിയതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഉണ്ടാവുക. സോ ആ സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം എന്താ, അത് മാത്രം നോട്ട് ചെയ്തിടുക. ഓർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി കൺക്ലൂഷൻ ഓഫ് ദാറ്റ്, അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ട കൺക്ലൂഷൻ, സൊല്യൂഷൻ എങ്ങനെയാണ് വരിക, ആ പോയിന്റ്സ് മാത്രം മാർക്ക് ചെയ്തിടുക. ഓർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റെപ്സിലുള്ള മിസ്റ്റേക്സ്, ഈ പോയിന്റ്സ് മാർക്ക് ചെയ്തിടുക. വൈ ആർ വി ഡൂയിങ് ദിസ്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ റിവിഷൻ ടൈമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ്. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനിടയിൽ 1 day ലീവ് കിട്ടുന്നുള്ളൂ. 1 day നിങ്ങൾക്ക് എൻറ്റയർ ടാക്സ് എഴുതി പഠിക്കാൻ ടൈം കിട്ടണമെന്നില്ല, അക്കൗണ്ട്സ് എഴുതി പഠിക്കാൻ ടൈം കിട്ടണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മളിങ്ങനെ ഓരോ പേജസ് മറിച്ച് വായിച്ച് നമ്മൾ പഠിക്കും. അവിടെ ഹെൽപ്ഫുൾ ആവാൻ പോവാണ് നമ്മൾ എഴുതിയെടുത്ത പോയിന്റ്സ് ഫുള്ള്. തിയറി സബ്ജക്ട്സിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, ചാർട്ട്സ് ഉണ്ടാക്കുക. നിങ്ങളെ റൂമൊക്കെ പോസിബിൾ ആണെങ്കിൽ വാളൊക്കെ നിങ്ങൾ ചാർട്ട്സ് കൊണ്ട് നിറച്ചിടുക. സോ ദാറ്റ് ഒരു പാസീവ് ലേണിംഗ് അവിടെ നടക്കുകയാണ്. ഈവൻ ചിലപ്പോൾ നിങ്ങൾ കോസ്റ്റിംഗ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ചിലപ്പോൾ ഒന്ന് ചുമര് നോക്കുമ്പോൾ അവിടെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ലോയിലെ ചില സെക്ഷൻസ് ഉണ്ട്, ചില പ്രൊവിഷൻസ് ഉണ്ട്. സെക്ഷൻ നമ്പർ കമ്പൽസറി അല്ല കേട്ടോ, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഓർ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട്സ് അവിടെ ഉണ്ട്. ഒരു ലേണിംഗ് പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. ആൻഡ് ഞാനൊക്കെ ഇത് കുറേ ഷോർട്ട് നോട്ട്സും ചാർട്ട്സും ഉണ്ടാക്കിയിരുന്നു, വിച്ച് ഞാൻ സബ്സിക്വൻ്റ്ലി എൻ്റെ എക്സാം അടുപ്പിച്ചായപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നോട്ട്സ് നോക്കാൻ പോലും നിന്നിട്ടില്ല. ഓർ അത് കാണുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഞാൻ എന്താ എഴുതിയെന്നുള്ളത്. ബട്ട് ദ പോയിന്റ് ഓവർ ഹിയർ ഇസ് ആ ഇനീഷ്യൽ സ്റ്റഡീസിൻ്റെ ടൈമിൽ ഞാൻ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ്
എനിക്ക് ആ ടോപ്പിക്ക് റീകോൾ ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളായി. അതെൻ്റെ മൈൻഡിൽ റീറ്റെയിൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളായി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓവർ ഹിയർ. നിങ്ങൾ ഈ ഇനീഷ്യൽ സ്റ്റഡീൻ്റെ ഇടയിൽ യു മൈറ്റ് ഫീൽ നിങ്ങൾക്ക് ആ ഇനീഷ്യൽ സ്റ്റഡി ടൈം കുറേ എടുക്കുന്നുണ്ട്, ടൈം വേസ്റ്റ് ആയി പോകുന്നുണ്ട്, അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നും ഇപ്പോൾ ചിന്തിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് നിങ്ങളെ ആക്ച്വൽ ആ റിവിഷൻ ടൈമിലേക്ക് അല്ലെങ്കിൽ എക്സാം അടുപ്പിച്ചുള്ള ടൈമിലേക്കുള്ള പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം. ഇപ്പം നിങ്ങൾ ഹറിബറി ആക്കിയിട്ട് കുറേ പെട്ടെന്ന് തീർത്ത് പോവുക എന്നുള്ള ഒരു റഷപ്പ് ആക്കി കഴിഞ്ഞാൽ റിവിഷൻ ടൈമിൽ നിങ്ങൾ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യും. ടേക്ക് യു ടൈം. നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് ടൈം വേസ്റ്റ് ആവുകയല്ല ചെയ്യുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 96 hours കോൺസെപ്റ്റ്, അതും ലൈക്ക് ഹൗ ക്യാൻ യു അഗെയിൻ ഡിവൈഡ് ഇറ്റ്. ഞാൻ പറഞ്ഞു നമ്മളെ എയിം എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. യു ക്യാൻ സ്റ്റഡി ഇൻ എനി മെത്തഡ് ദാറ്റ് യു കംഫർട്ടബിൾ. ഞാൻ എല്ലാ സബ്ജക്റ്റും ഡെയിലി പഠിക്കുന്ന സ്ട്രക്ചറായിരുന്നു എടുത്തിരുന്നത്. എനിക്ക് CA ഇൻ്ററിലും CA ഫൈനലും 8 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കത് 6 സബ്ജക്റ്റാണ്. 8 സബ്ജക്റ്റും ഡെയിലി പഠിക്കുന്ന പാറ്റേൺ ഞാൻ ചെയ്തിരുന്നത്. ആൻഡ് അന്ന് ഞാൻ ഈ ഓൾ ഇന്ത്യ റാങ്ക് അടിച്ച പല ആൾക്കാരും ആർട്ടിക്കിൾസ് വായിച്ചപ്പോൾ അവരൊക്കെ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് അതായിരുന്നു. എനിക്കത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. എന്നാൽ ചിലർക്ക് അത് വർക്കൗട്ട് ആവണമെന്നില്ല, ഓർ മെജോറിറ്റി ആൾക്കാരും ചിലപ്പോൾ അത് കൺഫ്യൂസിങ് ആവാറുണ്ട്. സോ ട്രൈ ഇറ്റ്. ഒരു ഇനി ബോത്ത് ഗ്രൂപ്പ് 6 സബ്ജക്റ്റ് എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 3 സബ്ജക്റ്റ്. ബെനിഫിറ്റ് എന്താ വെച്ചാൽ നിങ്ങൾ ഇന്ന് അക്കൗണ്ട്സ് കുറച്ച് പഠിച്ചു, ടാക്സ് കുറച്ച് പഠിച്ചു, ലോ കുറച്ച് പഠിച്ചു, നാളെ വീണ്ടും അക്കൗണ്ട്സ് ടാക്സ് ലോ അങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഓർ നിങ്ങൾക്ക് ഇത് ആൾട്ടർനേറ്റ് ആക്കാം. ഇന്ന് ഫസ്റ്റ് ഗ്രൂപ്പ്, നാളെ സെക്കൻഡ് ഗ്രൂപ്പ്, ഓർ ഈവൻ ചില തിയറി സബ്ജക്ട്സ് നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്ന സബ്ജക്ട്സ് ഒക്കെ ഡെയിലി ഒരു 1 hour അതിന് വേണ്ടി മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ അതിന് വേണ്ടി മാറ്റിവെക്കുക. ദ പോയിന്റ് ഇസ് നിങ്ങളുടെ മൈൻഡിൽ എങ്ങനെ കൂട്ടി നോക്കിയാലും ആ ഈക്വൽ ഇമ്പോർട്ടൻസ് എന്നുള്ള ഫാക്ടർ 96 hours ആ സബ്ജക്റ്റ് നിങ്ങൾ മാറ്റിവെച്ചു എന്നുള്ള സംഭവം, ദാറ്റ് ഇസ് വാട്ട് അൾട്ടിമേറ്റ്ലി മാറ്റേഴ്സ്. യെസ്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും. ചില സബ്ജക്ട്സ് നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ചിലത് വീക്കാണ്. ഇവിടുന്ന് കുറച്ച് ഹവേഴ്സ് അങ്ങോട്ട് ബോറോ ചെയ്യാം. ദ പോയിന്റ് ഇസ് ഈക്വൽ ഇമ്പോർട്ടൻസ് മാറ്റേഴ്സ്. നിങ്ങളൊരു സബ്ജക്റ്റ് എത്ര സ്ട്രോങ് ആണെങ്കിലും ICA ആ അറ്റംപ്റ്റ് ചിലപ്പോൾ ആ പേപ്പർ ട്രിക്കി ആക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത്രയും ഫാക്ടേഴ്സ്. ലാസ്റ്റ് വേർഡ്സ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും അമെൻമെൻറ്റ്സ് മേക്ക് ഷുവർ നിങ്ങൾ അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത്. ടാക്സിലും ലോയിലാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി പൊതുവെ അമെൻമെൻറ്റ്സ് ഉണ്ടാവാറുള്ളത്. ICAയുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഏരിയയാണ് അമെൻമെൻറ്റ്സ്. അതിൽ ലോൻ്റെ അമെൻമെൻറ്റ്സ് ഒക്കെ ഞാൻ ഓരോ പ്രാവശ്യം ഇത് RTPയിലാണ് ഇത് വരിക. RTPയിൽ ഇത് വരുമ്പോൾ ഞാൻ അതിൻ്റെ RTP ഡിസ്കഷൻ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മറ്റ് ഫാക്കൽറ്റി എൻ്റെ കൊളീഗ്സ് ഒക്കെ ഇപ്പോൾ ടാക്സിൻ്റെ കേസിലും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഐ എം പ്ലാനിങ് ടു ഡു സർട്ടൻ തിങ്സ് ഇൻറ്റൻസീവ്ലി ദിസ് ടൈം. ഇതുവരെ ചെയ്തില്ലൊന്ന് മാറ്റി പിടിച്ചിട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള തന്നെ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആസ് ഓഫ് നൗ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മാതിരി എൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓർ യു മേ ലീവ് മി എ മെസ്സേജ്. ഐ വുഡ് പ്രൊവൈഡ് യു വിത്ത് ദി റിക്വയർഡ് അസിസ്റ്റൻസ്. ഇൻഷാല്ലാ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഡു വെൽ.